ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. സുവിശേഷത്തിൻ്റെ മുഖ്യ കേന്ദ്രം, മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുവെഴുത്തിൽ പല പ്രകാരത്തിലുള്ള വിവരണത്താൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ അവനൊരു വൈദ്യൻ, ഫിസിഷ്യൻ, ചിലപ്പോൾ ക്യാപ്റ്റൻ അഥവാ നായകൻ. അത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകൻ എന്നാണ്. അവൻ ആത്മാക്കളെ രക്ഷിക്കുന്ന രക്ഷിതാവ്. അങ്ങനെ പല നിലകളിൽ ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വേദഭാഗത്ത് കാണുന്നത് ക്രിസ്തു നല്ല ഇടയൻ. ഈ ഇടയന് ആടുകളുണ്ട്. ഈ ആട്ടിൻകൂട്ടത്തെ അവൻ തിരഞ്ഞെടുത്തു. ഇത് അവൻ്റെ നീതിയുക്തമായ ആടുകൾ ആകുന്നു. റാഷണൽ ഷീപ്സ് എന്ന് പറയാം. അവൻ്റെ ആടുകളെ സംബന്ധിച്ച് താൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു എന്നാണ്. അവൻ അവരുടെ പേരറിയുന്നു, അവരുടെ ആവശ്യമറിയുന്നു, അവരുടെ പ്രകൃതി അറിയുന്നു. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 8:3 അതാണ് ഞാൻ വായിച്ചത്. നല്ല ഇടയൻ ആടുകളെ വിധിക്കുന്നത് അവയുടെ കരച്ചിൽ കേട്ടിട്ടല്ല. നമ്മളെ മത്തായി സുവിശേഷം 7:22-23 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അന്ന് അനേകർ അവനോട് പറയും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. നമ്മൾ ബൈബിളിൽ ദുഷ്ടന്മാരെ കോലാടിനോടും വിശുദ്ധന്മാരെ ചെമ്മരിയാടിനോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ചെമ്മരിയാടും കോലാടും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട്. ആട് ഒരു നിരപരാധിയായ ജീവിയാണ്, ഇന്നസെൻ്റ് ക്രീച്ചറാണ്. ആട് ഉപദ്രവകാരികളല്ല. ഫിലിപ്പിയർ 2:15 അപ്പോസ്തലൻ പറയുമ്പോൾ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. 14-ാം വാക്യത്തിൽ കാണുന്നത്
അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകുന്നു. അതിൻ്റെ ഗ്രീക്ക് പദം കൊമ്പ് ഇല്ലാത്തത് എന്നാണ്. അതിൻ്റെ അർത്ഥം വിശ്വാസികൾ കുറ്റം ചെയ്യുന്നവരല്ല, എന്നാൽ അവരുടെ മേൽ കുറ്റം മറ്റുള്ളവർ ആരോപിക്കും. രണ്ടാമത്, ആടുകൾ എളിമയുള്ളവയാണ്, മീക്ക്നെസ്. അവയുടെ രോമം കത്രിക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല, അവ മിണ്ടാതെ ഇരിക്കുന്നു. ആടിനെ അടിച്ചാൽ അത് മുറുമുറുക്കുകയോ ഓടിപ്പോവുകയോ ചെയ്യുകയില്ല. ക്രിസ്തുവിൻ്റെ ആടുകൾ വിനയമുള്ളവരാണ്. മൂന്നാമത്, ആട് നിർമ്മലമായ ജീവിയാണ്, ക്ലീൻ ആണ്. അത് ഇഷ്ടപ്പെടുന്ന പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം, ഗ്രീൻ പാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റിൽ വാട്ടേഴ്സ്. ആടതാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് 51 സങ്കീർത്തനം 10 വാക്യത്തിൽ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നമ്മെ ആടിനോടാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം പന്നിയോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് ബൈബിളിൽ. അവർ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവരാണ് ദുഷ്ടൻ. നാലാമത്തെ കാര്യം, ആടുകൾ വളരെ പ്രയോജനമുള്ളവയാണ്. ആട്ടിൻ രോമം, അവയുടെ മാംസം, അവയുടെ സ്കിൻ, ഇവയെല്ലാം പ്രയോജനമുള്ളവയാണ്. ക്രിസ്തുവിൻ്റെ ആടുകളും പ്രയോജനമുള്ളവരാണ്, മറ്റുള്ളവർക്ക് സഹായികളാണ്. അവരുടെ പരിജ്ഞാനം, ആലോചന, മാതൃക, അതുപോലെ സൽപ്രവർത്തികൾ എല്ലാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കുന്നു. മാത്രമല്ല, ദുഷ്ടനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ചെമ്മരിയാടുകളോടല്ല, അല്ലെങ്കിൽ കോലാടുകളോടല്ല. അതുമാത്രമല്ല, കോലാടുകളോട് മാത്രമല്ല ദുഷ്ടനെ താരതമ്യം ചെയ്തിരിക്കുന്നത്, പിന്നെ വൃക്ഷത്തോട് താരതമ്യം ചെയ്തിട്ടുണ്ട്. യെഹെസ്കേൽ 15:3 നമ്മൾ വായിക്കുമ്പോൾ, അതിനെ തീയ്ക്ക് ഇരയായി കൊടുക്കുന്നു. വൃക്ഷത്തെ വെട്ടി തീയിലിട്ട് കളയുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. യെഹെസ്കേൽ 15:3 അത് വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സങ്കീർത്തനം 16:3 ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ദേ ആർ ദ എക്സലൻറ്റ് വൺസ്. പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ് ദൈവമക്കൾ. അഞ്ചാമതായിട്ട്, ആട് വളരെ സംതൃപ്തിയുള്ള ജീവിയാണ്, കണ്ടൻറ്റ്. വളരെ സംതൃപ്തിയുള്ള ജീവിയാണ്. വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. ഫിലിപ്പിയർ 4:12 പൗലോസ് പറഞ്ഞല്ലോ, താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ അനുഭവം. ആറാമത്, ആടൊരു ഭീരുവായ ജന്തുവാണ്. ടിമറസ് ആണ് ആടുകൾ. ചെന്നായി വരുമ്പോൾ അത് ഭയപ്പെടുന്നവയാണ്, ഭയപ്പെടുന്നവർ. വിശ്വാസികളും അതുപോലെ തന്നെ പരിശോധനയെ ഭയപ്പെടുന്നവരാണ്. എബ്രായർ 4:1 നമ്മൾ വായിക്കുമ്പോൾ,
അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. നാമും ഭയപ്പെടുന്നവരാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നല്ല ഇടയൻ ആകുന്നു. ക്രിസ്തു മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഇടയൻ കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് എബ്രായർ 13:20 നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ നല്ല ഇടയനാകുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ് കർത്താവ് തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഗോയിങ് അസ്ട്രേ. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ക്രിസ്തു നല്ല ഇടയനെന്ന് മാത്രമല്ല, ക്രിസ്തു ഇടയ ശ്രേഷ്ഠനാണെന്ന് 1 പത്രോസ് 5:4 നമ്മൾ വായിക്കുന്നു. അതുപോലെ എബ്രായർ 13:20 ആടുകളുടെ വലിയ ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം വായിച്ച ഈ ഭാഗത്തെ ക്രിസ്തു നല്ല ഇടയൻ എന്നാണ് കണ്ടത്. ക്രിസ്തുവും തൻ്റെ ആടുകളും തമ്മിൽ പല സാദൃശ്യങ്ങളുമുണ്ട്. എന്തൊക്കെയാണത്? കർത്താവ് പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. യോഹന്നാൻ 10:2. ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. യോഹന്നാൻ 10:3. ഇടയൻ അവയ്ക്കു മുൻപേ പോകുന്നു. 4-ാം വാക്യം. ഒരു യഥാർത്ഥ ആട് അന്യനെ അനുഗമിക്കുന്നില്ല. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. സങ്കീർത്തനം 38:9. മറ്റുള്ള ആടുകളിൽ നിന്ന് തനിക്ക് സ്വന്തമായതിനെ ഇടയൻ തിരിച്ചറിയും. എത്രയുണ്ടെങ്കിലും തിരിച്ചറിയും. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 4:30. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കാണാതെ പോയതിനെ രക്ഷിക്കുവാനായിട്ടാണ്. ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒന്നിനെ കാണാതെ പോയാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കും. അതാണ് നല്ല ഇടയൻ്റെ ലക്ഷണം. നല്ല ഇടയൻ ഒന്ന് കാണാതെ പോയാൽ കണ്ടു കിട്ടുന്നവരെ നോക്കി നടക്കുന്ന നല്ലവനായ ഇടയൻ. ഈ ഇടയൻ നമ്മെ നടത്തുന്നത് എങ്ങനെയാണ്? കണ്ണുകൊണ്ട് അവയെ നയിക്കുന്നു. സങ്കീർത്തനം 32:8. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സകല സത്യത്തിലും വഴി നടത്തും. വഴി നടത്തിയോ? നടത്തി. തിരുവചനമാകുന്ന സത്യം തൻ്റെ ആടുകൾക്ക് അവൻ പ്രദാനം ചെയ്തു. ഇടയൻ ആടുകളെ ഭരിക്കുന്നു. അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. റോഡ് ആൻഡ് സ്റ്റാഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആടുകൾക്ക് ഇടയൻ ആഹാരം നൽകുന്നു. അവയെ ഒരിക്കലും പട്ടിണി കിടത്തുകയില്ല നല്ല ഇടയൻ. യെശയ്യാ 40:11 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ,
ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയൻ. മാത്രമല്ല, ആ നല്ല ഇടയൻ ദീനം പിടിച്ചതിനെ കരുതുന്നു. ചില ആടുകൾ നീളമുള്ളവയാണ്, ചിലത് ദ്രവ്യാഗ്രഹമുള്ളതാണ്, ചിലത് അസൂയാലുക്കളാണ്. എന്നാൽ ഇതിനെയെല്ലാം കർത്താവ് നടത്തുന്നവനാണ്. യെഹെസ്കേൽ 34:16 ഒരു വാക്യമുണ്ട്: കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കും, ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തും, ഒടിഞ്ഞതിനെ മുറിവുകെട്ടും, ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഇടയൻ. അതുകൊണ്ടാണ് അവൻ നല്ല ഇടയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ആടിനെ ആക്രമിക്കുന്ന ചെന്നായ വരുമ്പോൾ അവയെ അടിക്കുവാനുള്ള വടി ഇടയൻ്റെ കൈവശമുണ്ട്. ഒരിടയൻ തൻ്റെ ആടിനോട് സഹതാപമുള്ളവനാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തള്ളകളെ പതുക്കെ നടത്തും, കുഞ്ഞാടുകളെ എന്തു ചെയ്യും? ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ വഹിക്കുന്നവനായ സഹതാപമുള്ള നല്ല ഒരു ഇടയൻ. ക്രിസ്തു എങ്ങനെ നല്ല ഇടയനായിരിക്കുന്നത്? എങ്ങനെയാ? ക്രിസ്തു തൻ്റെ ആട്ടിൻകൂട്ടത്തെ കഴുകി ശുദ്ധീകരിച്ചു. കറ ചുളുക്കം ഒന്നുമില്ലാതെ തേജസ്സോടെ അവളെ മുൻനിർത്തും. എഫേസ്യർ 5:27. അവൻ അവരെ പഠിപ്പിക്കുന്നു. മറ്റുള്ള ഇടയന്മാർ ആടുകളെ നയിക്കുന്നു, എന്നാൽ അവയെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നവനാണ്. 110:3 സങ്കീർത്തനം വായിക്കുമ്പോൾ, നിന്റെ ജനം നിനക്ക് സ്വമേധ ദാനമായിരിക്കുന്നു. യെശയ്യാ 2:3 അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. മാത്രവുമല്ല, കർത്താവേ തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:9 ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനായ ഒരു കർത്താവ്. ക്രിസ്തു തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. കാരണം എന്താ? അവർ അവൻ്റെ സ്വന്തമാണ്. നാം ക്രിസ്തുവിൻ്റെ വകയാണ്. അവൻ നമ്മുടെ സ്വന്തമാണ്, നാം അവൻ്റെ സ്വന്തമാണ്. യോഹന്നാൻ 13:1 ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകയില്ല. നമ്മുടെ സ്നേഹമൊക്കെയും കുറഞ്ഞു പോവും. എന്നാൽ ഈ നല്ല ഇടയൻ തൻ്റെ ആടുകളെ അവസാനത്തോളം സ്നേഹിക്കുന്നവനാണ്. അവൻ ആദ്യം അവരെ സ്നേഹിച്ചു. അതുകൊണ്ടാണ്. മാത്രമല്ല, ഈ നല്ല ഇടയൻ എന്ത് ചെയ്തു? ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. അവൻ ഇന്ന് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ലൊരിടയൻ. അതുമാത്രവുമല്ല, വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ അവൻ നമ്മെ പോഷിപ്പിക്കുന്നു. അവൻ നമ്മെ പട്ടിണി കിടത്തുന്നവനല്ല. ദൈവവചനം ധാരാളമായി സമ്പന്നമായി നമുക്കവൻ നൽകി. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു.
എന്താണ് നമുക്ക് അനുകരിക്കാവുന്ന മാതൃക? അവൻ്റെ സൗമ്യത, അവൻ്റെ വിശുദ്ധി, അവൻ്റെ ക്ഷമ, ഇതെല്ലാം അവൻ നമുക്ക് മാതൃകയായി വെച്ചിട്ട് പോയിരിക്കുകയാണ്. യോഹന്നാൻ 10:28 കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ബലഹീനരും രോഗികളുമുണ്ട്, എന്നാൽ കർത്താവ് അവയെ സംരക്ഷിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ ചതഞ്ഞ ഓട, ബ്രൂയിസ്ഡ് റീഡ്, അവൻ ഒടിച്ചു കളയുന്നില്ല. പുകയുന്ന തിരി അവൻ കെടുത്തി കളയുന്നില്ല. എല്ലാ നന്മയും ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജീവൻ, സൗന്ദര്യം, ശക്തി, സന്തോഷം, സമാധാനം, എല്ലാം ഒന്നും കുറവ് വരുത്താതെ. അതുമാത്രവുമല്ല, നമുക്ക് വേണ്ടി അവൻ നിത്യതയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിത്യത നമുക്ക് അവൻ നൽകും. ലോകം അവനെ അറിഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ പ്രസംഗം കേട്ടവരും അത്ഭുതം കണ്ടവരും അവനിൽ വിശ്വസിച്ചില്ല. ഒരു കുരുടന് സൂര്യപ്രകാശം എന്തെന്നറിഞ്ഞുകൂടാ, കാഴ്ച അവന് ലഭ്യമല്ല. അതുപോലെയാണ് കർത്താവിനെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആടിൻ്റെ പ്രത്യേകതയാണ് ഇടയനെ അനുഗമിക്കുക എന്നുള്ളത്. ഇടയൻ്റെ ശബ്ദം ആടിന് നല്ലവണ്ണം തിരിച്ചറിയാം. അന്യ ഇടയന്മാരെ ആടുകൾ ഒരിക്കലും അനുഗമിക്കുകയില്ല. അവരുടെ സ്വന്തം ഇടയനെ അവൻ്റെ ശബ്ദം മൂലം അത് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അന്യന്മാരുടെ ശബ്ദം അറിഞ്ഞ് നാം ഒരിക്കലും തെറ്റിപ്പോകരുത്. അവർ അന്യമായ ഉപദേശവും അത്ഭുതങ്ങളും സഭയിൽ കൊണ്ടുവരും. ഒരു വിശ്വാസി എപ്പോഴും യുക്തിബോധമുള്ളവനാണ്, റാഷണൽ ആണ്. അവൻ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവനായിരിക്കണം, ഡിസേൺമെൻ്റ് ഉള്ളവനായിരിക്കണം. ഫിലിപ്പിയർ 1:10. ഒരു നല്ല വിശ്വാസി പൂക്കൾ സൂര്യപ്രകാശത്തിന് നേരെ തിരിയും പോലെ ഹൃദയംഗമായി കോടിയലി ക്രിസ്തുവിനെ അനുസരിക്കും. ശുദ്ധിയുള്ള ജീവിയാണ്. ഭോഗങ്ങളിൽ മുഴുകുന്നത് പന്നിയാണ്. പന്നി, ആടല്ല. ആട് പ്രയോജനമുള്ള ജന്തുവാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ അവൻ്റെ ആട് അല്ല. പിന്നെന്താണ്? ഗോട്ട് അഥവാ കോലാടാണ് ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ. നമ്മുടെ വസ്തുവകകളെക്കാളും നമ്മുടെ റിലേഷൻസിനേക്കാളും നാം ക്രിസ്തുവിനെ സ്നേഹിക്കണം. ബന്ധങ്ങൾ നമ്മുടെ മടിയിലായിരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴണം. സറാഫുകളെ പോലെ വിശുദ്ധ ജ്വാല കൊണ്ട് ജ്വലിക്കണം ഒരു വിശ്വാസി. ഹോളി ഫ്ലെയിം. നാം വായിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുവിൻ. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്.
ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികമായി സ്നേഹിക്കുക. ഉത്തമഗീതത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഉത്തമഗീതം 4:2. നിൻ്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. ഈ ഭാഗം ധ്യാനിച്ചപ്പോഴായിരിക്കാം കർത്താവിൻ്റെ ദാസൻ ടി കെ ശമൂൽ സാർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടിൽ ഇങ്ങനെയാണ് അതിൻ്റെ അടികൾ. നല്ല ഇടയനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. നല്ലിടയൻ യേശു തനിക്കുള്ള അജങ്ങൾക്കായി വന്ന സ്നേഹമേ സ്നേഹമേ. നല്ല ഇടയൻ ആടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ സ്നേഹമേ. വളരെ മനോഹരമായ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. നല്ലിടയനേശു തനിക്കുള്ള ജങ്ങൾക്കായി വന്ന സ്നേഹമേ സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ സ്നേഹമേ. നല്ലിടയനാടുകൾക്കായി ജീവനെയും നൽകിടുന്ന സ്നേഹമേ സ്നേഹമേ. ഒരു നാളും കൈവിടുകില്ല അതിനാലി ആടുകളിൽ ഭയമില്ല തൻ്റെ മഹാസ്നേഹമേ. കനിപോലും തൻ കരത്താൽ താലോലിച്ച് മരുവിൽ ചേലോടു പോറ്റിടും തൻ സ്നേഹമേ സ്നേഹമേ. കനിപോലും തൻ കരത്താൽ താലോലിച്ച് മരുവിൽ ചേലോടു പോറ്റിടും തൻ സ്നേഹമേ സ്നേഹമേ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നീ അടിയൻ ആടലകറ്റിടും തവ സ്നേഹമേ സ്നേഹമേ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നീ അടിയൻ ആടലകറ്റിടും തവ സ്നേഹമേ. അവശ്യവേളകളിൽ ആഹാരം നൽകി അവയ്ക്കാശ്വാസമേകിടും തൻ സ്നേഹമേ സ്നേഹമേ. ആവശ്യവേളകളിൽ ആഹാരം നൽകി അവയ്ക്കാശ്വാസമേകിടും തൻ സ്നേഹമേ സ്നേഹമേ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ദർഭത്തിനായി സ്തോത്രം. അവിടുത്തെ വിലയേറിയ വചനത്തിന് മുൻപാകെ അല്പസമയം ഇരിക്കുവാൻ, ഞങ്ങളുടെ നല്ല ഇടയനെക്കുറിച്ച് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദിയോടെ തിരുനാമത്തിൻ്റെ സ്തോത്രം. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാൻ വന്ന നല്ല ഇടയൻ. കർത്താവേ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നു. എന്നാൽ ഞങ്ങളായിരുന്ന ഇടത്തേക്ക് നീ തേടി വന്ന് ഞങ്ങളെ കരങ്ങളിൽ പിടിച്ചു, കോരിയെടുത്ത് തൻ്റെ മാർവിൽ വഹിച്ചു. അവിടുത്തെ മക്കളും അവകാശികളുമാക്കി ഞങ്ങളെ തീർത്തുകൊണ്ട് സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ വിവിധങ്ങളായ പരീക്ഷകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി നടത്തുന്ന നല്ല ഇടയനായിട്ട് നന്ദിയോടെ സ്തോത്രം. നല്ല ഇടയനായി അവിടുന്ന് കടന്നു വന്നു. ഇന്ന് വലിയ ഇടയനായി സ്വർഗത്തിൽ ഞങ്ങൾക്കായി ജീവിക്കുന്നു. ഇനിയും ശ്രേഷ്ഠ ഇടയനായി ഞങ്ങൾക്കായി വരുന്ന കർത്താവിനായിട്ട് സ്തോത്രം. ഈ നല്ല ഇടയനെ അവൻ്റെ കൈക്കിലെ ആടുകളായി തീരുവാനുള്ള മഹാഭാഗ്യം എളിയവരായി ഞങ്ങൾക്ക് തന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ വടിയും കോലും ഞങ്ങളെ ദിനം തോറും ആശ്വസിപ്പിക്കുന്നുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുടെ വെള്ളത്തിനരികേക്ക് ദിനം പ്രതി നടത്തുന്ന നല്ല ഇടയനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങേ ഉണ്മയായി സ്നേഹിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന നല്ല ഇടയനെ അന്ത്യത്തോളം ഹൃദയംഗമായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ശത്രുവാകുന്ന ആ വലിയ ചെന്നായുടെ കയ്യിൽ നിന്ന്
ഞങ്ങളെ വിടുവിക്കുന്ന നല്ല ഇടയൻ ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളുടെ നല്ല ഇടയൻ്റെ പാത പിന്തുടരുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവവചനം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വരുന്ന നാളുകളിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ വചനത്താൽ സമ്പന്നരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.